നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സാമ്പത്തിക രംഗം തകർന്ന് കൂപ്പുകുത്തി കൂമ്പാരമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. നമുക്കറിയാം, ഡോളർ വ്യാപാരവുമായി ബന്ധപ്പെട്ട വിനിമയം ഏറെ പ്രാധാന്യമുള്ള സാഹചര്യമാണ്. ഇന്ത്യയുടെ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവിലേക്ക് പോകുമ്പോഴും ഇന്ത്യ സാമ്പത്തിക ഭദ്രത കൈവരിച്ചു എന്ന് തള്ളുന്നതല്ലാതെ നരേന്ദ്രമോദിക്ക് യാതൊരു രീതിയിലുള്ള അവകാശവാദവും ഉന്നയിക്കാനില്ല. ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന 10 കൊല്ലം സാമ്പത്തിക മാന്ദ്യത്തെ അതിജീവിച്ചത് ഏതൊക്കെ തരത്തിലാണ് എന്നുള്ളത് നരേന്ദ്രമോദിക്ക് പോലും അദ്ദേഹത്തിൻ്റെ മരണശേഷം കൃത്യമായി അതിൻ്റെ സംഭാവനകൾ എടുത്തു പറയേണ്ടി വന്നു. അന്നൊരു ഡോളറിൻ്റെ വില ഇന്ത്യൻ രൂപയുടെ കറൻസിക്ക് തത്തുല്യമായ 56 രൂപയാണ്. ഇന്നത് 90 കഴിഞ്ഞ് 91 കയറുകയാണ്. അതായത് ഈ രാജ്യത്ത് രൂപയുടെ മൂല്യം കടലാസ് വില പോലും ഇല്ലാത്ത രീതിയിലേക്ക് കൂപ്പുകുത്തുമ്പോൾ റിസർവ് ബാങ്ക് റിപ്പോ നിരക്കിലും റിവേഴ്സ് റിപ്പോ നിരക്കിലും ഒക്കെ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ നിക്ഷേപ സൗഹൃദമല്ല, മറിച്ച് രൂപയുടെ മൂല്യം താഴ്ന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജനജീവിതത്തെ വല്ലാതെ ബാധിക്കുകയാണ്. പണപ്പെരുപ്പം കൃത്യമായി നോക്കുകയാണെങ്കിൽ ഡോളർ മൂല്യം കൂടുന്നതനുസരിച്ച് രാജ്യത്തെ ഭക്ഷ്യവസ്തു സാധനങ്ങളുടെ പണപ്പെരുപ്പമായിരിക്കും ഇനി കുത്തനെ ഉയരുക. അതായത് ജനങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഭക്ഷണം, പാർപ്പിടം തുടങ്ങിയ കാര്യങ്ങൾക്ക് വലിയ രീതി ടാക്സ് കൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും കേന്ദ്ര സർക്കാർ നീങ്ങുക. സഞ്ജയ് മൽഹോത്ര കൃത്യമായി പറഞ്ഞു, ഇന്ത്യൻ ധനകാര്യമന്ത്രിയുടെ പരിഷ്കാര നയങ്ങൾ ഒട്ടും തന്നെ സ്വീകാര്യമല്ല എന്നുള്ളതും ലോങ് ടേം ബെനിഫിഷ്യറി അല്ല എന്നുള്ളതും. എന്നാൽ താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന രീതിയിലാണ് നിർമ്മലാ സീതാരാമൻ തെറ്റായ വ്യാഖ്യാനങ്ങളുമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. ഏതാനും ചില സംസ്ഥാനങ്ങൾക്ക് മാത്രം പാക്കേജ് അലവ് ചെയ്തുകൊണ്ട് അവർ ഈ ഇന്ത്യയുടെ ബാക്കിയുള്ള ഭാഗത്തെ, ദ റെസ്റ്റ് ഓഫ് ഇന്ത്യയെ ചവിട്ടിത്താഴ്ത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റും ദക്ഷിണേന്ത്യയിലേക്ക് ഒരു സംസ്ഥാനങ്ങൾക്കും കൊടുക്കരുത് എന്ന വാശിയിലാണ് കേന്ദ്ര സർക്കാർ. ദക്ഷിണേന്ത്യയിലുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ കാര്യമായിരുന്നാലും കേന്ദ്ര സർക്കാർ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഏത് വകുപ്പുകളിലായിരുന്നാലും അതിൻ്റെ അനാസ്ഥ ഏറ്റവും ശക്തമായ രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ജനങ്ങൾ അതാത് സംസ്ഥാന സർക്കാരുകളെ മാത്രമേ പരിപൂർണമായി പഴിചാരാൻ ശ്രമിക്കുകയുള്ളൂ. കാരണം എന്താണ്? അവർ ദൈനംദിനമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെ അല്ല എന്നുള്ളതുകൊണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട പ്രതിജ്ഞാബദ്ധമായ നടപടികൾ എല്ലാം തന്നെ തലകീഴായി താറുമാറായി മറിക്കുന്നു എന്ന യാഥാർത്ഥ്യം റിസർവ് ബാങ്ക് തന്നെ തെളിവ് സഹിതം മുന്നോട്ട് കൊടുക്കുമ്പോൾ അതിൽ BJP നേതാക്കൾ, ദക്ഷിണേന്ത്യയിൽ നിന്നും പ്രധാനമായുള്ള BJP നേതാക്കൾ ബബ്ബ അടിച്ചുകൊണ്ട് നടക്കുകയാണ്.